നമ്മുടെ പേരെന്താ? അനീഷ. അനീഷ എന്തെടുക്കുന്നു? ഞാൻ നേഴ്സാണ്. വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ OET പാസ്സായി നിൽക്കുക. പക്ഷെ വർക്ക് ചെയ്യാൻ പോകാൻ പറ്റത്തില്ല വേദന കാരണം. ഞാൻ 3-4 ഹോസ്പിറ്റലിൽ പോയി. ഡിസ്ക് ബൾജാണ്, L3 L4 ബൾജാണ്. അപ്പം 3-4 ഹോസ്പിറ്റലിൽ പോയി. ആദ്യം ഒന്നും ഇത് കണ്ടുപിടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നൊരു നാട്ടു ചികിത്സയായിരുന്നു. അപ്പോൾ ഈ നാടി പിടിച്ച് നോക്കിയിട്ട് പറയുന്ന ആദ്യം ഒരിടത്ത് പോയി അവിടെ നിന്ന് തിരുമാൻ പറഞ്ഞു. 1 മാസം റെസ്റ്റ്, ഫുൾ കടന്ന് റെസ്റ്റ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈക്കത്തൊരിടത്ത് പോയി. ആ വൈദ്യരും നാടി പിടിച്ച് നോക്കിയിട്ട് L3 L4 ബൾജാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ നടുവിൻ്റെ പ്രശ്നം കാരണം മുട്ടിൻ്റെ ചിരട്ടയുടെ ഇടയ്ക്ക് ഫ്ലൂയിഡ് ഇല്ല. കോണ്ടോമലേഷ്യ എന്ന് പറഞ്ഞുകൊണ്ടൊരു കണ്ടീഷനാണ്. അതായത് നമുക്കപ്പോൾ ഇങ്ങനെ മുട്ടിനിങ്ങനെ ഞൊട്ട പോയിക്കൊണ്ടിരിക്കും എപ്പോഴും. ഒരയുക എന്നിട്ട് ഞൊട്ട പോയി അങ്ങനെ ആ മുട്ടിനും വേദനയാണ്. ഈ നടുവിന് ഈ ഭാഗത്ത് വേദനയായിട്ട് കാലിലേക്കും വേദനയാണ്. എത്ര നാളായി? 4 വർഷം. 4 വർഷമായി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല? ഇല്ല. സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ട്. കോഴ്സ് പൂർത്തിയാക്കിയോ? പൂർത്തിയാക്കി. ഹല്ലേലൂയ. ഈ മകളുടെ അവസ്ഥ നിങ്ങൾ കേട്ടു. യേശു ഇപ്പം തൊടും. അങ്ങോട്ട് കയറുന്നേ. നിനക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. ഞാൻ നിൻ്റെ ഈ നട്ടലിലും ഈ നടുവിനൊക്കെ തട്ടാൻ പോകും കേട്ടോ. ഈ കാൽമുട്ടിൽ ഫ്ലൂയിഡ് ഇല്ല, ഞൊട്ട എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പറയുന്നത് ആ ഫ്ലൂയിഡ് ആ കാൽമുട്ടിനകത്ത് ഇപ്പോൾ ഉണ്ടാകാൻ പോവുക. കർത്താവ് ചെയ്യും. നിങ്ങളെല്ലാവരും കരമിൽ ടീവിൽ കൊണ്ട് സ്തുതിച്ചേ, മോള് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു. നട്ടല്, ഡിസ്കുകൾ എല്ലാം യഥാസ്ഥാനത്താവട്ടെ. ദൈവശക്തിയുടെ പ്രവാഹമുണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി കടന്നു പോവട്ടെ. കർത്താവിൻ്റെ ശക്തി കടന്നു പോവട്ടെ. യെശയ്യാ 58:11 വചനത്തിൻ്റെ ശക്തി കടന്നു പോവട്ടെ. ഹല്ലേലൂയ. ദൈവശക്തിയുടെ പ്രവാഹമുണ്ടാവട്ടെ. കാൽമുട്ടുകളുടെ മേൽ ഫ്ലൂയിഡ് നിറയട്ടെ. കാൽമുട്ടുകളിലേക്ക് ഫ്ലൂയിഡ് നിറയുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത്ഭുത സൗഖ്യം ലഭിക്കട്ടെ. കാൽമുട്ട് സൗഖ്യമാവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കാൽമുട്ട് മടക്കി കൊടുന്നേ. ഞൊട്ട കേൾക്കുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. വലത്തേക്കാല് ഞൊട്ട കേൾക്കുന്നുണ്ടോ? കാൽമുട്ടൽ ഞൊട്ട കേൾക്കുന്നില്ല. മറ്റേ കാല് ഞൊട്ടയുണ്ടോ? ഞൊട്ടയില്ല. തിരിച്ച് നടുവ് നട്ടലൊക്കെ തിരിച്ച് ഒന്ന് ഇരുന്നെണീറ്റേ. കുത്തിയിരുന്നെണീറ്റേ. എണീക്കട്ടെ. എണീറ്റേ. വേദനയുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ആ സ്നേഹം അത് എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോ രോഗിയോടും അവൻ കരുണ കാണിക്കുക. മത്തായി സുവിശേഷം 14:14 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ സ്നേഹമാണ് ഈ സൗഖ്യം, കരുണയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.